ഒരു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാകും. വെല്ലുവിളിക്കാണോ വി ഡി സതീശനെ? തീർച്ചയായിട്ടും ഒരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാകണം. അവരുടെ കൊണ്ടെത്തിച്ച കേരളത്തിൽ നിന്ന് ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖല എത്രത്തോളം എങ്ങനെ മാറി എന്നുള്ളത് പഠിക്കാൻ ഒരു കമ്മീഷനെ അവർ വെക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വെക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാൽ അതെ, ഒരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാണ്. ആ സംവാദത്തിൽ അദ്ദേഹം ഇവരെയൊക്കെ കൂട്ടണം. ആരെയൊക്കെ? ഈ കെ മുരളീധരനെയും മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വ്യക്തിയുമൊക്കെ. ആരോഗ്യമന്ത്രി പരാജയമാണെന്ന കോൺഗ്രസ് നേതാക്കളുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് വെല്ലുവിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വി ഡി സതീശനെ, കെ മുരളീധരനെയും വി എസ് ശിവകുമാറിനെയും ഒപ്പം കൂട്ടാമെന്നും താൻ ഒറ്റയ്ക്കേ ഉണ്ടാകുമെന്നും വീണ മാതൃഭൂമി ന്യൂസിന്റെ അഭിമുഖത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വീഴ്ചകൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ല എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഹാരിസിന്റെ പ്രതികരണം ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ഇടവരുത്തിയെന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിച്ചു. വിവാദങ്ങൾക്ക് പിന്നാലെ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ എത്തുകയും ചെയ്തു. ഈ വിഷയം ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ്, ICUവിലാണ് എന്ന പരാതി സംസ്ഥാന വ്യാപകമായി ഉയരുന്നതിനിടെ ആരോഗ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ വിഷയത്തിൽ ശ്രീ ഡി സുരേഷ് കുമാർ CPM, ശ്രീ PK രാജു CPI, അദ്ദേഹം ഡെപ്യൂട്ടി മേയറാണ് തിരുവനന്തപുരം, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, പ്രതിപക്ഷ നേതാവിനെ ആരോഗ്യമന്ത്രി ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താം, ഫാക്ട് വെച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് കോൺഗ്രസിനോട് ആരോഗ്യമന്ത്രി ചോദിക്കുന്നു. മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ സംവാദത്തിന് തയ്യാറാകേണ്ട കുറേ ആളുകളുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനോടല്ല. ആദ്യം സംവാദത്തിന് തയ്യാറാകേണ്ടത് കേരളത്തിലെ സാധാരണ മനുഷ്യരോടാണ്. ഈ ആരോഗ്യ മന്ത്രാലയം, കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്ന മനുഷ്യരുടെ മരുന്നില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്നുള്ള അവരുടെ പരാതികൾക്ക് മറുപടി കൊടുത്തിട്ട് വേണം അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാൻ. ഇനി ആശാ വർക്കർമാരായിട്ട് ഒരു പൊതുസംവാദത്തിന് അവർ തയ്യാറാണോ? ഈ സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരോട് തയ്യാറാണോ അവർ സംവദിക്കാൻ? പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിൽ വിളിക്കലല്ലോ ആരോഗ്യമന്ത്രിയുടെ പ്രഥമ ഉത്തരവാദിത്തം. അവർ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെ കൂട്ടുവിളിച്ചു കൊണ്ടുപോയി ഒരു സർക്കാർ ആശുപത്രിയുടെ ഫാർമസിയിൽ മിന്നൽ പരിശോധന നടത്തിയല്ലോ, മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് പരിശോധിക്കാൻ. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണ് അഭിലാഷേ? അതിനെക്കുറിച്ചൊരു മറുപടി അവർ പറയണ്ടേ? ഈ മരുന്ന് എന്തുകൊണ്ടാണ് ക്ഷാമം വന്നത്? ഫാർമസിസ്റ്റുകൾ അത് പൂഴ്ത്തി വെച്ചിട്ടാണോ? മരുന്ന് കമ്പനികൾ കൊടുക്കാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് മരുന്ന് കിട്ടാത്തത്? അവർ ആ മിന്നൽ പരിശോധനയുടെ റിസൾട്ട് എന്താണെന്ന് പറയണ്ടേ? ഇത്തരം PR എക്സസൈസുകൾ നടത്തുന്നതിന് പകരം മുൻ മന്ത്രിമാരെ വെല്ലുവിളിക്കോ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കോ, അതൊക്കെ അവരുടെ രാഷ്ട്രീയം. ഞാൻ പറയുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ്. സാധാരണ മനുഷ്യർക്ക് വെല്ലുവിളിയും അതിനുള്ള മറുപടിയും സംവാദമൊന്നുമല്ല ആവശ്യം. അവർക്ക് ചികിത്സയ്ക്ക് മരുന്നാണ്, അവർക്ക് ശസ്ത്രക്രിയയ്ക്ക് ഉള്ള സൗകര്യമാണ്, അതിന് ഉള്ള ഉപകരണങ്ങൾ വേണം, അവർക്ക് അതിന് വേണ്ടിയിട്ട് സാധനങ്ങളും സാമഗ്രികളും പുറത്തുനിന്ന് വാങ്ങണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇതെല്ലാം ഉണ്ടാകണം അല്ലേ? നമ്മൾ നികുതി കൊടുക്കുന്നത് ഈ ആശുപത്രികളുടെ പ്രവർത്തനം നന്നാകാനും ആരോഗ്യമന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നതൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ചികിത്സ ഉറപ്പാക്കാനാണ്. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാനും സംവാദം നടത്താനുമല്ല. പ്രതിപക്ഷം തീർച്ചയായിട്ടും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം പറയും. ചിലപ്പോൾ ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ നഖശികാന്തം വിമർശിക്കും. അത് പ്രതിപക്ഷത്തിന്റെ ചുമതലയുടെ ഭാഗം കൂടിയാണ്. അതിന് പകരം സംവാദത്തിൽ ഉത്തരം നൽകാം. ഞങ്ങൾക്ക് ഉത്തരമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഇതിനുള്ള ക്രിയാത്മകമായ നടപടിയാണ് വേണ്ടത്. ഇപ്പോൾ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഈ ചാനൽ ചർച്ചകളും മറ്റു വിവാദങ്ങളും ആയതിനു ശേഷം എത്ര പെട്ടെന്നാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവിടെ എത്തിയത്? അപ്പൊ ഈ പറഞ്ഞ ചുവപ്പ് നാടയുടെ ഈ സാങ്കേതിക തടസ്സങ്ങളൊന്നും ബാധകമല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്ന ഈ PR എക്സസൈസിനപ്പുറം സാധാരണ ജനങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ വെല്ലുവിളി നടത്തുന്നത്. നമുക്ക് വെല്ലുവിളി അല്ലല്ലോ അഭിലാഷ വേണ്ടത്, മരുന്നിട്ടില്ലല്ലോ. ശരി, ശ്രീ ഡി സുരേഷ് കുമാർ, ഒരു കാര്യം ഇവിടെ പറഞ്ഞത് കറക്റ്റാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു, കേരളം ആകെ ആ കുറിപ്പ് കണ്ടു, അതിനോട് പ്രതികരിച്ചു. എന്തുണ്ടായി? ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ ഉപകരണങ്ങൾ എത്തുകയും രോഗികളുടെ ശസ്ത്രക്രിയ നടക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ പാവങ്ങളായ ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യർ മാസങ്ങളോളം കാത്തിരുന്നാലും ശസ്ത്രക്രിയ നടക്കില്ല. ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഈ ഉപകരണങ്ങൾ വാങ്ങണം എന്ന അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ ഹാരിസിന്റെ നടപടി കൊണ്ടെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടുന്നതിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നോക്കൂ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ
ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന പെൺകരുത്ത് ശ്രീമതി വീണ ജോർജ് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങളൊരു തുറന്ന സംവാദത്തിന് തയ്യാറാണോ? അതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. 9 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു, ഇന്നത്തെ സ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു തുറന്ന സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ എന്ന പ്രസക്തമായ ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഓടി ഒളിച്ചിരിക്കുകയാണ്. ഒരാൾ പോലും കൃത്യമായി മറുപടി പറയാനോ ആ വെല്ലുവിളി ഏറ്റെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇവിടെ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ഭാഗത്ത് ആ ഫയലിന് വേഗത പോരാ, അല്ലെങ്കിൽ അവിടെ ചെറിയ മന്ദത ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിന്, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഹാരിസ് തന്നെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു. ആ അഭിപ്രായ പ്രകടനത്തെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കാതിരുന്നില്ല. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ കൃത്യതയോടുകൂടി ആ ഡോക്ടറുടെ സുതാര്യതയെ അവിടെ സുരേഷ് കുമാർ, പ്രശ്നം എന്താണ്? യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണോ ഈ സർജിക്കൽ ഉപകരണങ്ങൾ കിട്ടാൻ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലേ ഇനി മുതൽ സർജിക്കൽ ഉപകരണങ്ങൾ എത്തുമെങ്കിൽ എല്ലാ HOD-മാരും ഇനി മുതൽ അത് ഇടേണ്ടി വരുമല്ലോ. ഞാൻ ആ ഭാഗത്തേക്കാണ് വന്നത്. അവിടെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഫയൽ നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച് അവിടെ ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി എല്ലാ മേഖലയിലും ഉപകരണം എത്തിക്കാനും അവിടെ ഉണ്ടായിട്ടുള്ള ചെറിയ ചില ന്യൂനതയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പിന് നേതൃത്വം നൽകുന്ന ഡോക്ടർക്കും സാധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 9 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? അത് തുറന്ന് ചർച്ച ചെയ്യാൻ ഈ ആളുകൾ തയ്യാറാണോ? അവിടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ മോശമായ ഒരു സ്ഥിതിയായിരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആർദ്രമെന്ന മിഷൻ 4 മിഷനുകൾ കേരളത്തിൽ സ്ഥാപിച്ചു. അതിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആർദ്രമെന്ന മിഷൻ സ്ഥാപിച്ചു. ആ മിഷൻ മൂലം ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു ആരോഗ്യ സംവിധാനത്തെ അതിനെ ആകെ ഇകഴ്ത്തി കാണിക്കാനാണ്, വളരെ മോശമായി കാണിക്കുന്നുമില്ല. ഈ പ്രചരണപരമായി അതിലൂടെ തന്നെ ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് ആരാണ് പറയുന്നത്, പറയുന്ന ആളുകൾ ആരാണ്, അവരുടെ പശ്ചാത്തലം എന്താണ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിച്ച ചില വാക്കുകളുണ്ട്. തീവെട്ടിക്കൊള്ള എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതിന് മറുപടി പറയണം. ഐക്യജനാധിപത്യ മുന്നണിയുടെ 9 വർഷങ്ങൾക്ക് മുൻപുള്ള ഭരണത്തെക്കുറിച്ച് ഇന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ്. ശ്രീ VM സുധീരനും അന്നത്തെ KPCCയുടെ പ്രസിഡന്റും മറ്റ് നേതാക്കന്മാരും പറഞ്ഞത് ബാക്കി ബാലൻസ് പിന്നാലെയുണ്ട്. അത് നമ്മുടെ ചരിത്ര രേഖകളിലുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഈ ചെറിയ ന്യൂനതകളെ പരിഹരിക്കുന്ന വിധത്തിലേക്ക് എത്തിച്ചേർത്ത് എന്നുള്ളതാണ് താങ്കളുടെ അവകാശം. പി കെ രാജു, താങ്കൾ ഒരുപാട് കാലമായി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണല്ലോ. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. നോക്കൂ, ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടേഴ്സ് ഡേയിൽ മെഡിക്കൽ കോളേജ് അധ്യാപകരായ ഡോക്ടർമാർക്ക് പ്രതിഷേധിക്കേണ്ട കാര്യം പോലും ഉണ്ടായിരിക്കുന്നു ഈ കേരളത്തിൽ. ഇതിപ്പോ മുമ്പ് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചില നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇപ്പോൾ നമുക്കറിയാം, ഒരു മാസ്റ്റർ പ്ലാൻ 2018 തുടങ്ങിയതാണ്. അതിന്റെ 10% തുകയെ വിനിയോഗിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്രയും വർക്കേ നടന്നിട്ടുള്ളൂ എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. സർജിക്കൽ ഉപകരണങ്ങളില്ല. ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അനുബന്ധ ഉപകരണങ്ങൾ രോഗി കൊണ്ടുവരണം. രോഗി കൊണ്ടുവരുന്നില്ല എങ്കിൽ അവർക്ക് ആ ശസ്ത്രക്രിയ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യമാണ്. ഇതൊക്കെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? ശ്രീ അഭിലാഷ്, ഞാൻ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ തിരുമുറ്റത്ത് 4 തലമുറകൾ ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഈ ആശുപത്രി. അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ VD സതീശനെ വെല്ലുവിളിക്കുന്നതെന്ന്. അത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് പറഞ്ഞിട്ടുള്ള കാര്യം 100% ശരിയാണ്. ഡോക്ടർ ഹാരിസൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയോ തെറ്റാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിൻ്റെ ഒപ്പം ആശുപത്രിയിൽ ചികിത്സ കിട്ടണം. ലോകത്തിന് മാതൃകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. ലോകത്തിനും രാജ്യത്തിനും മാതൃകയായിട്ടുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. 2011 മുതൽ 2016 വരെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ VS ശിവകുമാർ, നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിച്ചു വേണം, മന്ത്രിയായിരിക്കുമ്പോൾ ആശുപത്രിയുടെ തിരുമുറ്റത്ത് കാലുകുത്താത്ത ആളാണ്.
അത്ര പ്രതിഷേധമായിരുന്നു അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ. അങ്ങ് അറിഞ്ഞിരിക്കണം, എൻ്റെ പേരിൽ മാത്രം 18 കേസുകൾ നിലവിൽ അന്നുണ്ട്. എന്തിനാണ് കാരണം? ഫാർമസി തുറന്ന് പ്രവർത്തിച്ചില്ല, തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിച്ചില്ല, കരാറുകാർക്ക് പൈസ കൊടുക്കില്ല, കരാറുകാർക്ക് ശമ്പളം കൊടുക്കില്ല, ഒന്നും കൊടുക്കാത്ത ഒരു ആശുപത്രിയായി മാറിയത് ശിവകുമാറിൻ്റെ കാലത്താണ്. അതാണ് വെല്ലുവിളി, അവിടെയാണ് വെല്ലുവിളി. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ഇപ്പോഴുള്ളൊരു വിഷയം താങ്കൾ പറഞ്ഞതുപോലെ പരിശോധിക്കേണ്ടത് പരിശോധിക്കണം, കുറവുള്ളത് നികത്തണം, ഒരു സംശയമില്ല അതിനകത്ത്. പക്ഷേ ഇവരെല്ലാം ഭരിക്കുമ്പോൾ ഇവിടെ ജിൻഡ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി ആലോചിക്കണം. ഒരു സിറിഞ്ച് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് 5 കോടി രൂപ വിറ്റ് വരവുള്ള 3 മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിൻ്റെ. 5 കോടി രൂപ ഒരു മരുന്നിന് 5500 രൂപ മരുന്നുള്ളതിന് 285 രൂപയ്ക്ക് വിൽക്കുന്ന ആശുപത്രിയാണ്. വൃക്ക മാറ്റിവെക്കൽ സർജിക്കലിന് പുറത്ത് 75 ലക്ഷം രൂപ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 12 ലക്ഷം രൂപയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ മറച്ചു വയ്ക്കുകയാണോ? എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് ശ്രീമാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചെണ്ടയെടുത്ത് കൊട്ടുകയാണ്. അങ്ങനെ ചെണ്ടയെടുത്ത് കൊട്ടിയാൽ 2011 2016 കഥ പറയേണ്ടി വരും. അല്ല, 11-ലെ 16-ലെ കഥ പറയുന്നതിന്റെ പ്രശ്നമല്ലല്ലോ ഇവിടെ. ജനങ്ങൾക്ക് എന്ത് അനുഭവവേദ്യമാവുന്നു എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ മരുന്നിന്റെ കാര്യം പറഞ്ഞു. ശരി, ഈ മരുന്നിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇപ്പോ മരുന്ന് വിതരണം. പക്ഷേ ഈ മരുന്ന് വാങ്ങി നൽകുന്ന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ഇപ്പോൾ 693 കോടിയാണ്. 1000 കോടിയുടെ മരുന്ന് ഒരു വർഷം വാങ്ങണം. ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 356.4 കോടിയാണ്. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ കുടിശ്ശിക തന്നെ 600 കോടി കഴിഞ്ഞു. നാളെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് കൊടുക്കുന്നില്ല എന്നീ മരുന്ന് കമ്പനികൾ തീരുമാനിച്ചാൽ ഇപ്പൊ പറയുന്ന ഈ അവകാശവാദം അവിടെ തീരും. അല്ലേ അങ്ങേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അവിടെ ഇരിപ്പുണ്ടല്ലോ, BJP-യുടെ പ്രതിനിധി ഇരിപ്പുണ്ടല്ലോ. BJP-യുടെ പ്രതിനിധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യു പിയിൽ 72 കുട്ടികളാണ് ഓക്സിജൻ കിട്ടാതെ മരിച്ചത്. കോളേജിലാണ്, BRD മെഡിക്കൽ കോളേജ് ഗോരപ്പ്. അതാണ് പറഞ്ഞത്, ഞങ്ങളെ അവരെ കൂടെ കമ്പയർ ചെയ്യണം, താരതമ്യപ്പെടുത്തണം. ഇന്ന് ലോകത്തിന് മാതൃകയായിട്ടുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്നറിയോ? അങ്ങക്കറിയോ? ഒരു സ്വകാര്യ ആശുപത്രിയിലെ അസ്ഥിരോഗമായി സംബന്ധിച്ച് ജനാധിപത്യ ഭരണകൂടം വരുന്ന കാലത്ത് തന്നെയും മികച്ച, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന പാരമ്പര്യമുള്ള ഒരു സ്ഥലം. അവിടെ നമുക്കറിയാം പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചുമുള്ള കേരളീയരുടെ കാഴ്ചപ്പാട് അറിയാം. അങ്ങനെ വളരെ ശക്തമായ ഒരു ഹെൽത്ത് ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്ന ഒരു ഇടമാണ് കേരളം പണ്ട് മുതലേ. കഴിഞ്ഞ 1 നൂറ്റാണ്ടായിട്ട് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്തെ തീർത്തും അവികസിതമായ ഒരു സംസ്ഥാനത്തോട്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെയുള്ള അങ്ങേയറ്റം പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവിടത്തെക്കാൾ ഭേദമല്ലേ നമ്മൾ എന്ന് പറയുന്നതിൽ വല്ല കഥയും കാര്യമുണ്ടോ? അങ്ങ് കേൾക്കണം, അങ്ങ് ഇവിടെ കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ജിൻഡ ജോർജിനും ശങ്കു ഡി ദാസിനും അറിയുന്നതിനെക്കാട്ടി കൂടുതൽ പേരെ അറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 1722 ബെഡ് സ്ട്രെങ്ത് ഉള്ള ആശുപത്രിയാണ്. അവിടെ 1772 ബെഡ് സ്ട്രെങ്ത് ഉള്ള ആശുപത്രിയിൽ എത്ര രോഗികളാണ് വന്നു പോകുന്നത് അറിയോ അങ്ങക്ക്? OP എത്ര? 2500 പേര് വന്നു. ഒരാൾക്കും ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു കുറവ് കാണുമ്പോൾ ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടിയാൽ അതിനെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റു ആശുപത്രികളിലെ മറ്റു സംസ്ഥാനങ്ങളിലൂടെ വിലയിരുത്തേണ്ടി വരും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ വിലയിരുത്തേണ്ടി വരും. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ വിലയിരുത്തേണ്ടി വരും. അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ കബീർ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു, P. ശങ്കരൻ ഇവിടെ മന്ത്രിയായിരുന്നു, VS. ശിവകുമാർ മന്ത്രിയായിരുന്നു. ഒരു ചുണ്ണാമ്പിന് കൊള്ളാത്ത മന്ത്രിമാരായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ശ്രീമതി ടീച്ചർ കേരളം ഭരിച്ചു, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ശ്രീമതി ടീച്ചർ ഇവിടെ മന്ത്രിയായിരിക്കുമ്പോൾ, ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോൾ, ശ്രീമതി വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങൾ അറിയോ അങ്ങക്ക് എന്തിനാണെന്ന്? മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി വന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വന്നു. അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ശരി, ഓക്കെ. അല്ല, പല ഘടകങ്ങളുണ്ട്. ഞാൻ ഈ കേരളം ആരോഗ്യ രംഗത്ത് നേടിയിട്ടുള്ള കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം തമസ്കരിച്ച് എല്ലാം കുഴപ്പമാണെന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. ശങ്കുട്ടിദാസ്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തുറന്നു പറച്ചിലായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത്. അത് ഒറ്റപ്പെട്ട ഒരു ഉദാഹരണമല്ല, അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോപണവുമല്ല. മറിച്ച് ഈ സർജിക്കൽ ഉപകരണങ്ങൾ അടക്കം
ലഭ്യമാവാത്തതോ അല്ലെങ്കിൽ അതിന്റെ ലഭ്യത കുറവോ മൂലം സർജറികൾ വൈകുന്നത്, അതല്ലാതെ തന്നെ ആൾത്തിരക്ക് മൂലം ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന വലിയ കാലതാമസം, സർജറികളോ മറ്റു പരിശോധനകളോ ഒക്കെ നടത്തി കിട്ടാനുള്ള കാലതാമസം, ഇതൊക്കെ അവിടെ നിൽക്കുന്നു. ഇത് സമ്പൂർണ്ണമായി ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയവുമല്ല. ഇവിടെ ഇപ്പോൾ ഹാരിസിന്റെ തുറന്നു പറച്ചിലോടുകൂടി എടുക്കുന്ന നടപടികൾ ഒരു ശുദ്ധീകരണത്തിനുള്ള തുടക്കമാവുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇവിടെ പക്ഷെ സർക്കാരിന്റെ സമീപനം കണ്ടിട്ട് അങ്ങനെയല്ല തോന്നുന്നത്. അവർ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് പകരം ആ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനും അവരെ പരിഹസിക്കാനും അവരുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തങ്ങളുടെ തെറ്റുകൾ ചെറുതാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ദുരന്തത്തിന് വേണ്ടി മത്സരിച്ചിട്ടാണ്, കമ്പീറ്റിംഗ് ഫോർ ട്രാജഡി എന്ന് പറയും. ആരാണ് കൂടുതൽ മോശം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ മത്സരം. നമുക്ക് ഇവിടെ രോഗികൾ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. ശസ്ത്രക്രിയ ചെയ്യേണ്ട ആളുകൾക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളോ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളോ ഇല്ല. അവിടുത്തെ ഡോക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തുന്നു, മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം ആ വിഷയം ഏറ്റെടുക്കുമല്ലോ. ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുള്ളതല്ല, ഞങ്ങൾ പ്രതിപക്ഷവുമായിട്ട് സംവാദത്തിന് തയ്യാറാണെന്നുള്ളതാണ്. ഈ സംവാദം നടത്തിയാൽ എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുക? UDFന്റെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളുടെ മാനേജ്മെന്റ് ഇതിനേക്കാൾ മോശമായിരുന്നു. ആ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖല കുറെ കൂടി കുത്തഴിഞ്ഞതായിരുന്നു. അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടേത് മോശമാണെങ്കിലും അത്ര മോശമല്ല എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചേക്കും. ഇതിൽ ആര് ജയിച്ചാലും തോറ്റാലും ഇവിടുത്തെ സാധാരണ രോഗികൾക്ക് എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത്? അപ്പൊ ഇവിടെ അപ്രോച്ച് എന്ന് പറയുന്നത് വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുക എന്നുള്ളതാണ്, പ്രശ്നത്തെ പരിഹരിക്കുകയല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി അദ്ദേഹം പറഞ്ഞത്. ഈ ചർച്ചയിൽ ഇരിക്കുന്ന BJP-കാരനോട് UP-യിലെ കണക്ക് പറയിക്കാൻ പറയാമെന്നാണ്. വാദത്തിന് വേണ്ടി UP-യിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ എടുത്താൽ പോലും ഇവിടെ നിൽക്കുന്ന കാര്യങ്ങൾക്കുള്ള ന്യായീകരണമാകും അത്. ഞാൻ വാദത്തിന് വേണ്ടിയാ പറഞ്ഞിട്ടുണ്ട്. UP-യിലെ കുട്ടികൾ മരിച്ചിട്ടുള്ളത് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചിട്ടാണ്. 1996 മുതൽ UP-യിലെ ഗോരഖ്പൂർ മേഖലയിൽ ഈ ജപ്പാനീസ് എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ട മരണനിരക്ക് വളരെ കൂടുതലാണ്. യോഗി ആദിത്യനാഥ് 2017 UP മുഖ്യമന്ത്രിയായിട്ട് വന്നത്. 2014 ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വന്ന് മരിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം 4500-ന് മേലെയാണ്. 2015 3500 2016 5000-ന് അടുത്താണ്. ആ മരണനിരക്ക് കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഇപ്പൊ UP-യിലുള്ള ജപ്പാനീസ് എൻസെഫലൈറ്റിസിന്റെ മരണനിരക്ക് എത്രയാണെന്നറിയോ? 2025 സംഖ്യ 0-ആണ്. ഈ പറയുന്ന ഒരു ദുരന്തം ഞാൻ പറയട്ടെ, അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെ പറ്റി മുഴുവൻ എനിക്ക് എതിരഭിപ്രായമുണ്ട്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ആ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഞാൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മര്യാദ അങ്ങ് തിരിച്ചു കാണിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. കേരളം പോലത്തെ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുള്ള സ്ഥലമല്ല UP. കേരളത്തിൽ ഈ ജനാധിപത്യ ഭരണകൂടം വരുന്നതിന് മുൻപേ തന്നെ വളരെ നന്നായി ഭരിച്ചിട്ടുള്ള രാജകുടുംബങ്ങൾ വളരെ മികച്ച ആരോഗ്യ മേഖല കേരളത്തിന് സമ്മാനമായി തന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് ജനാധിപത്യ സർക്കാരുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാക്സിനേഷൻ ഡ്രൈവ് നടന്നിട്ടുള്ള സ്ഥലം കേരളമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുള്ള സ്ഥലം കേരളമാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ള സ്ഥലം കേരളമാണ്. ഇങ്ങനെയുള്ള വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ മൊത്തം ലിറ്ററസി റേറ്റ് 12% കേരളത്തിൽ അന്ന് 50% ലിറ്ററസി ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 31 വയസ്സായിരുന്ന സമയത്ത് കേരളത്തിൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 50 വയസ്സിന് അടുത്തായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹെഡ് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. UP എന്നൊക്കെ പറയുന്നത് ഈ റിവോൾട്ട് ഓഫ് 1857 ശേഷം ബ്രിട്ടീഷുകാർ ബ്രൂട്ടലി ക്രഷ് ചെയ്ത് സപ്രസ് ചെയ്ത് ഒരു പുൽനാമ്പ് പോലും ഇനി ആ മേഖലയിൽ മുളക്കില്ലെന്ന് ഉറപ്പ് വരുത്തുന്ന മട്ടിൽ മാനസികമായി കൂടി ആ ജനങ്ങളെ ക്രഷ് ചെയ്തുള്ള സ്ഥലം. അവിടെ നിന്ന് അവര് ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇത്രയും മികച്ച തുടക്കം കിട്ടിയിട്ടുള്ള നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഇത് ഈ ആമയും മൊയിലും കൂടിയിട്ടുള്ള ഓട്ട മത്സരത്തിന്റെ അവസാനത്തിൽ ആപ്പിൽ ഞാൻ മുന്നിലാണല്ലോ എന്ന് മൊയിൽ ആഗ്രഹിക്കുന്ന പോലെയാ. നിങ്ങൾ പുറകോട്ടായി വരുന്നുണ്ട്, ആമ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള വലിയ ചിത്രം നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ കണക്കും കാര്യങ്ങളൊന്നും നിരത്തി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അത്ര കണക്കിലൊന്നും പാണ്ഡിത്യരിക്കില്ല. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറയാം. ഇപ്പോ വാക്സിൻ ഫിഗേഴ്സ് ഒന്നും വേണ്ടല്ലോ, നമ്മളെല്ലാം ഈ മെഡിക്കൽ കോളേജിൽ ആശ്രയിക്കുന്ന സാധാരണ മനുഷ്യരാണല്ലോ. എന്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഏപ്രിൽ 2-ാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ക്യാൻസർ രോഗിയായിട്ടുള്ള രജിത നായർ എന്ന് പറയുന്ന സ്ത്രീക്ക് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ചേച്ചിക്ക് 37 വയസ്സുള്ള പാലക്കാട്ടുകാരിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഒരു ചെറിയ കുട്ടിയുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് ലെഫ്റ്റ് ബ്രസ്റ്റിന് ക്യാൻസർ ആയിരുന്നു. അതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിച്ചിരുന്നത്. അവർക്ക് കുറെ കാലമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സ്ഥിരമായിട്ട് ഒരു റിവ്യൂവിന് പോകുന്നുണ്ട്. സർജറിയുടെ ഡേറ്റ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഡേറ്റിലൊന്നും ഇവർക്ക് സർജറി നടന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞത് നീട്ടി കൊണ്ടുപോയിരുന്നു. ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത, പല സ്ഥലത്ത് കടമൊക്കെ മേടിച്ചിട്ടാണ് ഒരു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെയാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ എഴുതി. ഇവർക്ക് അത്യാവശ്യം പൈസയൊക്കെ പിരിച്ചു കിട്ടി. അങ്ങനെ ഈ ഒരു ഡേറ്റ് ഏപ്രിൽ 4-ാം തീയതിയാണ് സർജറിയുടെ ഡേറ്റ് പറഞ്ഞിരുന്നത്.
അവര് ഏപ്രിൽ 4-ാം തീയതി പോയി. ഇവരെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സർജറിക്ക് ഫിറ്റ് ആയിട്ടില്ല, നിങ്ങളിപ്പോ ആരോഗ്യപരമായിട്ട് സർജറിക്കുള്ള ശാരീരികാവസ്ഥയിലല്ല ഉള്ളത്, 2 ആഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ചയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സർജറിയുടെ റിവ്യൂ. ഇവര് ബുധനാഴ്ച പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. ഈ സർജറി റിവ്യൂ കമ്മിറ്റി ഇവരെ നോക്കിയതിനു ശേഷം സർജൻ പറയും ആയിട്ടില്ല, 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. ഇങ്ങനെ 4-5 ബുധനാഴ്ചകൾ കഴിഞ്ഞു. ഇവരുടെ ശരീരത്തിൽ ഈ ക്യാൻസർ വ്യാപിക്കാൻ തുടങ്ങി. ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു. ഓരോ ദിവസം കഴിയുന്നവരും കിടന്നുറങ്ങാൻ പറ്റാത്ത വേദനയാണ്. അവസാനം ജൂൺ മാസമായിരുന്നു, അതായത് ഏതാണ്ട് 2 മാസം കഴിഞ്ഞ സമയത്ത് അവരെന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സർജറി നടക്കുമെന്ന് തോന്നുന്നില്ല, അവർ പല കാരണങ്ങൾ പറഞ്ഞത് നീട്ടി കൊണ്ടുപോകണം, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, വേറെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഞാനന്ന് കേന്ദ്രമന്ത്രിയായിട്ട് ശ്രീ സുരേഷ് ഗോപിയുമായി വരെ ബന്ധപ്പെട്ടു. ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സർജന്മാരോടൊക്കെ സംസാരിച്ചു. അവർ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർജറി ഇപ്പൊ എന്തായാലും ചെയ്യാൻ സാധിക്കില്ല, പല കാരണങ്ങൾ പറഞ്ഞിട്ട് അത് നീട്ടി. 2 ആഴ്ച കൂടി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഈ സ്ത്രീയുടെ റിവ്യൂ നടത്തിയ സമയത്ത് ഇവരുടെ സർജറി കൂടുതൽ, ഇവരുടെ ക്യാൻസർ കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ റൈറ്റ് ബ്രസ്റ്റിലേക്ക് കൂടി ക്യാൻസർ വ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ശാരീരികാവസ്ഥ കൂടുതൽ മോശമായിരിക്കുകയാണ്. ഈ ഒരു കാരണവശാലും സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം വീണ്ടും ഞങ്ങൾ പിരിവെടുത്ത് അത്യാവശ്യം പൈസയൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് ഇവരെ കോയമ്പത്തൂരിലുള്ള രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി. 2 ആഴ്ചക്കുള്ളിൽ ആ സ്ത്രീ മരിച്ചു. അതിനുശേഷം ഈ സ്ത്രീയുടെ കുടുംബം തന്നെ, അതായത് ഭർത്താവ് അത്രയും സാമ്പത്തിക ബാധ്യതയിലായി കഴിഞ്ഞിരുന്നു, ഒരു ചെറിയ കുട്ടി പഠിക്കുന്നുണ്ട്, ഇദ്ദേഹം ജോലിക്ക് വേണ്ടി ഗുജറാത്തിലേക്ക് പോയി. ഈ സ്ത്രീയുടെ അമ്മ ആരും നോക്കാനില്ലാണ്ട് പാലക്കാട് അനാഥയായി. ആ സ്ത്രീ ഇപ്പൊ അവസാനം ഞങ്ങളെല്ലാരും കൂടി ചേർന്ന് പാലക്കാട് സേവാഭാരതിയുടെ വൃദ്ധാശ്രമത്തിൽ ആക്കിയിട്ടാണ് വരുന്നത്. അവരെന്നോട് പറഞ്ഞു എന്റെ മകന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഒരിക്കലും വരുമായിരുന്നില്ല. ആരാണ് ഉത്തരവാദി? അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ച് നീണ്ട കാലയളവ് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ജിൻഡോ ജോൺ, ഇതിപ്പോ കേരളം ആര് ഭരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ഭരണത്തിന്റെ സാങ്കേതികത്വം മാത്രമാണ്. അവരെ സംബന്ധിച്ച് ജീവിതാനുഭവമാണ്. മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ കിട്ടുക എന്നുള്ളത് മനുഷ്യന്റെ അവകാശമാണ്. ഇപ്പോൾ പണമുള്ളവരെ സംബന്ധിച്ച് സ്വകാര്യ മേഖലയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിക്കാം. പക്ഷേ താഴ്ന്ന വരുമാനക്കാരെ സംബന്ധിച്ച് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, മെഡിക്കൽ കോളേജ് മുതൽ താഴോട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ആശ്രയമാണ്. ഒരു പരിധിവരെ അത് സഹായകരമാവുന്നുണ്ട്. പക്ഷേ അവിടെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിനെ ഈ കേവല രാഷ്ട്രീയ തർക്കം, നിങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം എന്നുള്ള നിലയിലാക്കുന്നതിനപ്പുറത്ത് സമഗ്രമായി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ഒരു ആലോചന നടത്തേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും അഭിലാഷേ, ആ ആലോചനയാണ് നടത്തേണ്ടത്. ആ ആലോചനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകരും സാധാരണ മനുഷ്യരുമൊക്കെ കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചിട്ട് നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പരാതികൾ, സംശയങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ സംവാദത്തിലൂടെ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരം ക്രിയാത്മകമായിട്ടുള്ള നടപടി സ്വീകരിച്ചാണ് പരിഹരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ വേണമെന്നാണോ ആരോഗ്യമന്ത്രി പറഞ്ഞത്? അല്ല. മുൻപുണ്ടായിരുന്ന UDF കാലത്തെ ആരോഗ്യമന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ കൂടി താരതമ്യം ചെയ്ത് ചർച്ച ചെയ്യാമെന്ന്. ആ ചർച്ചയിലൂടെ നിലവിൽ സർക്കാർ ആശുപത്രിയിൽ കിട്ടാനില്ലാത്ത മരുന്ന് കിട്ടുമോ? ആ ചർച്ചയിലൂടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടുമോ? അങ്ങനെ തർക്കം നടത്തുന്നതിലൂടെ ഇപ്പോഴത്തെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ അപര്യാപ്തത പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. ചർച്ച ചെയ്ത് ചർവണം പോലെ കുറെ സംസാരിച്ച് തൃപ്തി അടയാമെന്നുള്ളത്, അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല. ഇനി അവർക്ക് അത്രയ്ക്കും വലിയ ആവേശമാണെങ്കിൽ ചർച്ച ചെയ്യാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഞങ്ങൾക്കൊരു പരാതിയില്ല. പണ്ട് തോമസ് ഐസക് എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി VD സതീശനെ വെല്ലുവിളിച്ച് സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി കേസുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി അവസാനം എന്ത് സംഭവിച്ചു എന്നൊക്കെ കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിലുള്ളതാണ്. അപ്പോൾ അത് ചർച്ചയൊക്കെ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഈ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് ഇതിനുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ LDFന്റെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള 2 പേരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടെന്ന് കേരളത്തിലെ ആരോഗ്യ വകുപ്പിൽ. ഏത് ചെറിയ ചെറിയ ന്യൂനതകൾ? 80കളിലാണ് കേരളത്തിലെ ലോകത്തിന്റെ മുമ്പിൽ കേരള മോഡൽ എന്ന് ടേം കോയിൻ ചെയ്യുന്നത്. അതിന്റെ 2 പ്രധാനപ്പെട്ട ചെറുകൾ പൊതുവിദ്യാഭ്യാസ രംഗവും പൊതുജനാരോഗ്യ രംഗവുമാണ്. അതിൽ പൊതുജനാരോഗ്യ രംഗവും പൊതുവിദ്യാഭ്യാസ രംഗവും ഇതുപോലെ താറുമാറായ ഒരു കാലം മുൻപ് എങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ വിമർശനം നേരിടുന്ന ഒരു സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ. അതിൽ പൊതുജനാരോഗ്യ രംഗത്ത് ചെറിയ ന്യൂനതകൾ ഉണ്ടെന്നാണ് LDFന്റെ പ്രതിനിധികൾ പറയുന്നത്. ഏതൊക്കെയാ ചെറിയ ന്യൂനതകൾ? ഈ മഴക്കാലം, ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല എന്ന് പറയുന്നത് ചെറിയ ന്യൂനതയാണോ? അതിനു വേണ്ടിയിട്ട് അത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മിന്നൽ പരിശോധന നടത്തുന്ന ആരോഗ്യമന്ത്രിക്ക് മരുന്ന് എവിടെയെന്ന് കണ്ടെത്താൻ പറ്റാത്തത് ചെറിയ ന്യൂനതയാണോ? ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നുള്ളത് ചെറിയ ന്യൂനതയാണോ? ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ നഴ്സുമാരില്ല, അറ്റൻഡർമാരില്ല,
ഇല്ല, മറ്റ് സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് ചെറിയ ന്യൂനതയാണോ? ഇനി കാരുണ്യ ചികിത്സാ പദ്ധതി നിന്നുപോയത് ചെറിയ ന്യൂനതയാണോ? കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി കുടിശ്ശികയായിട്ട് നിന്നുപോയത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ പാമ്പ് കടി ഏൽക്കുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരി ചെറിയ ന്യൂനതയാണോ? CPIയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള മനുഷ്യൻ 21 മണിക്കൂർ തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ലിഫ്റ്റിൽ കുടുങ്ങിയത് അത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ കുട്ടികളുടെ ആശുപത്രിയിൽ വെണ്ണും പാലും കിട്ടാത്തതിന്റെ പേരിൽ ആ പദ്ധതി നിർത്തലാക്കേണ്ടി വന്നത്, അതിന്റെ കുടിശ്ശിക കൊടുക്കാൻ പറ്റാതെ വന്നത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്പെസിമൻ, രോഗികളുടെ സ്പെസിമൻ പരിശോധനയ്ക്ക് എടുത്തു വെക്കുന്നത് കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയത് കേരളത്തിലെ സർക്കാർ ആശുപത്രി ഇന്നാ, അതൊരു ചെറിയ ന്യൂനതയാണോ? ജനറേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ചെറിയ ന്യൂനതയാണോ? ICUയിൽ പീഡിപ്പിക്കപ്പെടുന്നത്, ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്നത് ആരോഗ്യരംഗത്ത് ഒരു ചെറിയ ന്യൂനതയാണോ? ഈ പീഡിപ്പിച്ച സർക്കാർ വിലാസം സംഘടനാ നേതാവിനെ സംരക്ഷിക്കുന്നത് ചെറിയ ന്യൂനതയാണോ? ആ സർക്കാർ വിലാസം സംഘടനാ നേതാവിനെതിരായിട്ട് സംസാരിക്കുന്ന ഹെഡ് നഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വൈരാഗ്യം തീർക്കുന്നത് ചെറിയ ന്യൂനതയാണോ? അവർ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായിട്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ വരാന്തയിൽ 5 ദിവസം മരവഞ്ചിലിരുത്തിയത് ചെറിയ ന്യൂനതയാണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, കത്രികമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ഉപയോഗിച്ച സർവ്വ ഉപകരണങ്ങളും, കത്രിക അടക്കമുള്ള സർവ്വ ശസ്ത്രക്രിയ ഉപകരണങ്ങളും വയറ്റിൽ തുന്നി കെട്ടിവിട്ടിട്ട് അത് 2 സർക്കാർ ആശുപത്രികൾ തമ്മിൽ അതിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്നത് ചെറിയ ന്യൂനതയാണോ? ഹർഷീനയുടെ പരാതി പരിഹരിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? അത് ചെറിയ ന്യൂനതയാണോ? ഇനി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ ICUയിൽ തീ പിടിച്ചിട്ട് അവിടുത്തെ രോഗികളെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി, അതിൽ എത്ര പേര് മരണപ്പെട്ടു പോയി, അതൊരു ചെറിയ ന്യൂനതയാണോ? ഇവിടെ നമ്മൾ UPA വെച്ചിട്ടല്ല കേരളത്തെ കമ്പയർ ചെയ്യേണ്ടത്. അതിന് ഞാൻ BJP പ്രതിനിധിയോട് യോജിക്കുകയാണ്. ഉത്തർപ്രദേശും ബീഹാറുമായിട്ടല്ല കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ കമ്പയർ ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യം കോൺഗ്രസിനുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സ്ഥിര നിയമനങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ എത്രയോ ആയിരക്കണക്കിനാണ് കുറവ്. മരുന്നില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, വേണ്ടത്ര മാസ്ക് പോലുമില്ല, CCTV സംരക്ഷണമില്ല, സെക്യൂരിറ്റി സേവനങ്ങളില്ല. ഇതൊക്കെ കാലങ്ങളായിട്ടുള്ളതല്ലേ? ഇവിടെ ഒരു ഡോക്ടറുടെ മരണത്തെ തുടർന്ന് എത്ര കോലാഹലങ്ങളായിരുന്നു. എല്ലാ ആശുപത്രികളിലും CCTV സംവിധാനം വയ്ക്കും, പോലീസ് എയ്ഡ് പോസ്റ്റ് വയ്ക്കും. ഇതൊക്കെ പൂർത്തീകരിക്കപ്പെട്ട അഭിലാഷേ? ഇതൊന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല. മന്ത്രി റിപ്പോർട്ടുകൾ ക്ഷണിക്കുന്നു, റിപ്പോർട്ടുകൾ കാണുന്നു, അതിന്മേൽ ഉറങ്ങുന്നു എന്നുള്ളതിനപ്പുറം സാധാരണക്കാർക്ക് ഒരു സേവനവും കിട്ടുന്നില്ല. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കേരളത്തിലാണ്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഒരു ഫയലിൽ തന്നെ 10,000-കണക്കിന് മനുഷ്യർക്ക് ചികിത്സ കിട്ടേണ്ട ആ ആരോഗ്യ രംഗത്തെ ഫയലുകൾ നീക്കപ്പെടാത്തത്. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിന്റെ ഇൻചാർജ് ആരാ? ഗണേഷ് മോഹൻ. അദ്ദേഹത്തിന്റെ ഭാര്യ തൃപ്പൂണിത്തറയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അനധികൃത ലീവ് എടുത്തുകൊണ്ട് സേവനത്തിന് പോയി. അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിച്ചോ? അവർ തിരിച്ചു ജോലിക്ക് കൊണ്ടുവന്നോ? ഇതേ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം വന്ന് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ രണ്ട് മൂക്കിലും പഞ്ഞി കുത്തിക്കയറ്റി തിരിച്ചു വിട്ടിട്ട് ആ മനുഷ്യൻ HMT ജംഗ്ഷനിൽ മൂക്കിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് വീണ്ടും സന്നദ്ധ പ്രവർത്തകർ ആശുപത്രി കൊണ്ടുവേണ്ട ഗതികേടുണ്ടായത്. ഇതൊക്കെ ചെറിയ ന്യൂനതയാണോ? ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കളമശ്ശേരിയിലെ ക്യാൻസർ രോഗ ആശുപത്രി പണി തുടങ്ങിയിട്ട് 9 വർഷമായി. 9 വർഷം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അവിടെ വരുന്ന ക്യാൻസർ രോഗികൾക്ക് ചികിത്സ കൊടുക്കണ്ടേ? ഇതൊരു ചെറിയ ന്യൂനതയാണോ? രോഗികൾ കൂടുന്നു, അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് പറയല്ലേ LDF-ന്റെ പ്രതിനിധികളെ? അത് സർക്കാരിന്റെ നേട്ടമല്ല. ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളില്ല. ജീവിക്കാൻ ഗതിയില്ലാത്ത മനുഷ്യരാ സർക്കാർ ആശുപത്രിയിൽ വരുന്നത്. അവരെ ചികിത്സിക്കാൻ പറ്റാത്തതിന് പകരം രോഗികളുടെ എണ്ണം കൂടുന്നത് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് ശരിയല്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അഭിലാഷേ, കേരളത്തിലെ സർക്കാർ ആശുപത്രിയുടെ ചുറ്റുവട്ടത്ത് എങ്ങനെയാ ഇതുപോലെ കൂണുപോലെ ലാബുകളും മെഡിക്കൽ ഷോപ്പുകളും മറ്റ് സംവിധാനങ്ങളും ഇതുപോലെ പൊന്തി വരുന്നത്? എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയുടെ ചുറ്റുവട്ടത്തിൽ ലാബുകളും മെഡിക്കൽ ഷോപ്പുകളും ഇതുപോലെ വരാത്തത്? അത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം മറുപടി നോക്കാം. സുരേഷ് കുമാർ, ഇവിടെ ചികിത്സ വേണ്ട ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ തന്നെ പറഞ്ഞൊരു കാര്യം, മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ ചില നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറുകളിൽ വിളിച്ചു ചോദിച്ചിട്ട് വേണം അവിടെ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് വേണ്ട ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ. ഇപ്പോൾ 4-5 രോഗികളുണ്ട് എങ്കിൽ അവർ ഈ കോസ്റ്റ് ഷെയർ ചെയ്ത് അവർ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിക്കുകയാണ്. ഇല്ലെങ്കിൽ ശസ്ത്രക്രിയ നടക്കില്ല. നോക്കൂ, നമ്മുടെ പാവപ്പെട്ട മനുഷ്യരുടെ ശസ്ത്രക്രിയ അങ്ങനെ നടക്കേണ്ടതാണോ എന്ന് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഇന്ന് മാധ്യമങ്ങളിൽ വരുന്ന മറ്റൊരു വാർത്ത, ഈ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള റീയൂസബിൾ അല്ലാത്ത ഡിസ്പോസിബിൾ ഉപകരണങ്ങൾ, അവ വീണ്ടും അണുവിമുക്തമാക്കിയതിനു ശേഷമാണെങ്കിൽ പോലും വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. 8-9 തവണ ഒരു ഉപകരണം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം, ഡിസ്പോസിബിൾ ആയ ഉപകരണം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവുന്നു. നമ്മളിതിനെ മഹത്തായ ആരോഗ്യ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിഹരിച്ചു പോവാതെ എങ്ങനെയാണ് സാധാരണ ജനത്തിന് നീതി കൊടുക്കാൻ പറ്റുക എന്ന മൗലികമായ ചോദ്യം, അവരുടെ കാലത്ത് അങ്ങനെയായിരുന്നില്ലേ എന്ന ചോദ്യം ഇല്ലാതെ അഭിസംബോധന ചെയ്യണ്ടേ സർക്കാർ?
അല്ല, ഇവിടെ ഈ കാര്യം പറയുമ്പോൾ രണ്ടാളുകളും പറഞ്ഞ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ആദ്യം പറയാനുള്ള അവസരം നൽകണം. ഒന്ന്, BJPയുടെ പ്രതിനിധി പറഞ്ഞു കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മുന്നോട്ടാണോ പിന്നോട്ടാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു സംശയവും വേണ്ട, മുന്നോട്ട് തന്നെയാണ്. അത് അടിസ്ഥാനപരമായി അതിനെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ കേന്ദ്രത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. കേന്ദ്ര സർക്കാർ ഞങ്ങളോട് രാഷ്ട്രീയമായി ഞങ്ങളെ അവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴും അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് ആർക്കായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറയാനുള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം എന്തെല്ലാമോ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംഗതി ഇവിടെ നടത്തിയിട്ടുണ്ട്, വലിയ വിശദീകരണം നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ കാലത്ത് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല പ്രത്യുൽപാദനപരമല്ല, നഷ്ടക്കച്ചവടമാണ് എന്ന് പറഞ്ഞ് ലേലത്തിന് വെച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവുമെന്തോ? മലാപ്പറമ്പിലും നടക്കാവ് സ്കൂളുകളിലും ആ സ്കൂളുകളെ നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞ് ലേലത്തിന് വെച്ചിരുന്ന സന്ദർഭത്തിൽ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ PA ആയി ചുമതലയേറ്റിട്ടുള്ള അതുപോലെ തന്നെ അന്നത്തെ MLA ആയിട്ടുള്ള ശ്രീ A. പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചത് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സുഹൃത്ത് മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാതൃമരണ നിരക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ശിശു മരണ നിരക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നവജാത ശിശുക്കളുടെ മരണ നിരക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? സൗജന്യ ചികിത്സാ പദ്ധതി UDF കാലത്ത് ഒരു വർഷം വെറും 30,000 രൂപ കൊടുത്തിരുന്ന കാലത്ത് കുഞ്ഞുങ്ങളും അമ്മമാരും ഒന്നും മരിക്കില്ലല്ലോ. LDF സർക്കാർ അതാണ്. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്രം പദ്ധതിയിലൂടെ ഇവർ തകർത്തെറിഞ്ഞിട്ട് പോയ ആരോഗ്യ മേഖലയിലെ ആ ആരോഗ്യ മേഖലാ സംവിധാനത്തെ കൃത്യമായി പുനരുജ്ജീവിപ്പിച്ചെടുക്കുകയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സൗജന്യ ചികിത്സാ പദ്ധതി UDFൻ്റെ കാലത്ത് വെറും 30,000 രൂപ കൊടുത്തിരുന്നത് LDFൻ്റെ കാലത്ത് 5 ലക്ഷം രൂപയാണ്. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ കൊടുത്തിരിക്കുന്ന രൂപ കഴിഞ്ഞ വർഷം 1499 കോടി രൂപയാണ്. നിങ്ങളുടെ കാലത്ത് വെറും 114 കോടി രൂപയാണ്. സൗജന്യ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ നിങ്ങളുടെ കാലത്ത് 28 ലക്ഷമാണ്, ഇന്ന് 42.5 ലക്ഷമാണ്. കരൾ മാറ്റിവെക്കൽ നിങ്ങളുടെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല, ഇന്ന് 10 എണ്ണം നടക്കുകയാണ്. ജില്ലാ കാത്ത് ലാബ് നിങ്ങളുടെ കാലത്ത് ഒന്നുമില്ല, LDFൻ്റെ കാലത്ത് 12 എണ്ണം. ഡയാലിസിസ് നിങ്ങളുടെ കാലത്ത് വെറും 8 എണ്ണം. ഇന്നിപ്പോൾ ഈ LDFൻ്റെ ആശുപത്രി 107 ആശുപത്രികൾ സൗജന്യ ഡയാലിസിസ് കൊടുക്കുകയാണ്. 2025ഓടുകൂടി ഈ കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യാഥാർത്ഥ്യമാവുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങളുടെ കാലത്ത് 0, ഞങ്ങളുടെ കാലത്ത് 885. ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങളുടെ കാലത്ത് 0, ഞങ്ങളുടെ കാലത്ത് 5416. നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങളുടെ കാലത്ത് 160, ഞങ്ങളുടെ കാലത്ത് 380. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവയവമാറ്റ ശസ്ത്രക്രിയ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള രോഗികൾക്ക് അവരുടെ വീട്ടിലേക്ക് എത്തി മരുന്ന് കൊടുക്കുന്ന സംവിധാനം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വളരെ കൃത്യതയോടെ നടപ്പിലാക്കുന്നു. സൗജന്യ ഡയാലിസിസ് നമുക്കറിയാം, വൃക്ക രോഗികളായിട്ടുള്ള പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. നിങ്ങളുടെ കാലത്തതാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ മേഖലയിൽ ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, തീവട്ടിക്കൊള്ളയായിരുന്നു. HMC നിയമനത്തിന് ഒരു HDC അംഗമായി പ്രവർത്തിച്ച ഒരാൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ. HMC അകത്തടക്കം വ്യാപകമായ കക്കൂലി വാങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിയതാണ്. ഇന്ന് അത്തരത്തിൽ ഒരു ന്യൂനതയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫയലിൽ വന്നിട്ടുള്ള ചെറിയ കാലതാമസത്തെ പർവ്വതീകരിച്ച് കാണിച്ച് ഇവിടെ ആകെ കുഴപ്പമാണെന്ന് വരുത്തി തീർത്ത് ഇടതുപക്ഷ ഒരു സർജറി ഒരു ഫയൽ നീങ്ങാത്തതുകൊണ്ട് മുടങ്ങിപ്പോയി എന്നുള്ളതല്ല, അതാണ് നടപ്പ് രീതി. ഈ ഡോക്ടർ ഹാരിസ് എന്ന ആ മേധാവി ഉണ്ടല്ലോ, വകുപ്പ് മേധാവി, അദ്ദേഹം പറയുന്നത് ഞാൻ ഈ വിഷയം ഉന്നയിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ 7 മാസം മുമ്പ് ഈ കാര്യത്തിൽ പരാതി ബോധിപ്പിച്ചതാണ്. അതായത് രോഗികൾ അത്യാസന്ന നിലയിലായാൽ പോലും അവർക്ക് ശസ്ത്രക്രിയ നടത്തി കൊടുക്കാൻ കഴിയുന്നില്ല. ഈ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. ഒരു വഴിയും ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിന് വളരെ ഹൃദയവേദന തോന്നിയ ഒരു ചെറിയ
കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ ഒരു സർജറി വീണ്ടും ലേറ്റ് ആവുന്നു, ആ കുട്ടിക്ക് വീണ്ടും വേദന തിന്നേണ്ടി വരുന്നു എന്ന സാഹചര്യം കണ്ടപ്പോൾ ആ അമർഷം അങ്ങ് പൊട്ടിപ്പോയതാണ്. ഇതൊരു നടപ്പ് രീതിയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഡോക്ടർ ഹാരിസ് മാത്രമല്ല സാക്ഷ്യം പറയുന്നത്, എത്രയോ ഡോക്ടർമാർ, ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ ഡോക്ടർമാർ അതിന് സാക്ഷ്യം പറയുന്നു. ആ വിഷയം അഡ്രസ് ചെയ്യാതെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള നിലയിൽ ഡിഫെൻഡ് ചെയ്തിട്ട് എന്താണ് കാര്യം? അല്ല, ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചല്ലോ, അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ആകെ അടച്ചാക്ഷേപിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അനുവർത്തിക്കുന്നതെന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഡോക്ടർ ഹാരിസിനെതിരായി എന്തെങ്കിലും ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞ വസ്തുതകളെ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് കൃത്യമായി ആ വന്ന പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. ഇവിടുത്തെ ഇൻട്രോയിൽ തന്നെ ഇന്നലെ വന്ന ന്യൂനത ഇന്ന് പരിഹരിച്ചിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ശസ്ത്രക്രിയ സംബന്ധിച്ച് പറഞ്ഞു, ശസ്ത്രക്രിയയ്ക്ക് പോകുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പരിശോധിച്ച് പരിഹരിക്കേണ്ടതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇതിനകത്ത് ഒരു മെറിറ്റും അവകാശപ്പെടാനില്ല. കാരണം എന്താ അറിയാമോ, ആ കാലയളവിൽ സർക്കാർ ആശുപത്രികൾക്കകത്ത് ഒരു ശസ്ത്രക്രിയ നടക്കില്ലായിരുന്നു. ഇനി നടന്നാൽ തന്നെ രോഗികളുടെ ജീവന് യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലായിരുന്നു. മാത്രവുമല്ല, ഒരാൾ പോലും തൻ്റെ രോഗം ആയി സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലാൻ മടി കാണിച്ചിരുന്ന ഒരു സാഹചര്യം അന്നത്തെ കാലയളവിൽ സർക്കാർ ആശുപത്രികൾക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ആ വിവരം നമ്മൾ എന്തിനു മറച്ചു? മുൻപത്തെ കാലം ഇപ്പോഴത്തെ കാലം എന്നുള്ളതേ അല്ല. നോക്കൂ സുരേഷ് കുമാർ, ഇപ്പോ കേന്ദ്ര ബജറ്റ് ഒക്കെ വരുമ്പോൾ GDP-യുടെ ഇത്ര ശതമാനം മതിയോ ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തൽ എന്ന് ഇടതുപക്ഷത്തിന്റെ MP-മാർ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച അലോക്കേഷൻ തന്നെ എത്ര വെട്ടിക്കുറച്ചു എന്നുള്ളതിന്റെ കണക്ക് ഇന്നിപ്പോ താങ്കൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ മാത്രം 146 കോടിയുടെ വെട്ടിക്കുറവാണ് വരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ബജറ്റ് വിഹിതം 73 കോടിയിൽ നിന്ന് 36.5 കോടി രൂപയാക്കി. മലബാർ ക്യാൻസർ സെന്ററിന്റേത് 26 കോടിയിൽ നിന്ന് 14 കോടിയായും കൊച്ചിൻ ക്യാൻസർ സെന്ററിന്റേത് 14.5 കോടിയിൽ നിന്ന് 9.3 കോടിയായും വെട്ടിച്ചുരുക്കി. എന്ന് പറഞ്ഞാൽ നൽകാമെന്ന് പറഞ്ഞ തുക, ബജറ്റിൽ നീക്കിവെച്ചിരുന്ന തുക, ആ പദ്ധതി തന്നെ കട്ട് ചെയ്ത് കുറച്ചു എന്നതിന്റെ വാർത്തയാണ് പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിയമസഭാ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇതിപ്പോ ഒന്നും രണ്ടുമല്ല, ഈ ഹെൽത്തിലും കടുംവെട്ട്. ഇന്നത്തെ പത്രത്തിൽ വന്ന വേറൊരു വാർത്തയാണ്, ആരോഗ്യ മേഖലയെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ ഹെൽത്ത് പദ്ധതിയിലും കത്തിവയ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന്. നോക്കൂ, നിങ്ങളുടെ സർക്കാരിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ എത്രമാത്രം നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം അവിടെ സംഗതമാവുകയാണ് ഈ കണക്കുകൾ വെച്ച് തന്നെ. അല്ല, ഒറ്റ കാര്യം, ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിനിധി കാര്യങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, ഞാൻ BJP പ്രതിനിധിയോട് യോജിക്കുകയാണ്. നിങ്ങളുടെ യോജിപ്പ് സമസ്ത മേഖലയിലും ഉള്ളതാണ്. അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. ബഡ്ജറ്റ്, കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ നമ്മൾ വെച്ചിരുന്ന തുക എന്ന് പറയുന്നത് 9,994 കോടി രൂപ, 103% അതിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. ഇപ്പോൾ ആവശ്യപ്പെട്ടത് 10,432 കോടി രൂപ. 3 മാസത്തിനുള്ളിൽ തന്നെ 2,504 കോടി രൂപ കൈമാറി കഴിഞ്ഞു. ഇത് ഘട്ടം ഘട്ടമായി ഗഡുക്കളായിട്ടാണ് ഈ തുക നൽകുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന, ഈ സർക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളല്ല ആങ്കർ. ഞങ്ങളെ ഏതെല്ലാം നിലയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ, ഏതെല്ലാം രൂപത്തിൽ കഷ്ടപ്പെടുത്താൻ കഴിയുമോ, ഇവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അർഹതപ്പെട്ട വിഹിതം തരില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന് മുന്നിലാണ് ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കി. ഞങ്ങള് ക്ഷേമത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ എന്നാണ് അങ്ങ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോ സർക്കാരുകളുടെ കേവല താരതമ്യം എന്നുള്ളതിനപ്പുറത്ത് ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് പരിമിതികളുണ്ട് എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അതൊന്ന് മുഖ്യമായും സാമ്പത്തിക അവസ്ഥ മോശമാണ് എന്ന് മാത്രമല്ല, ഒരു വർഷത്തെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം NHM-ന്റെ വിഹിതം കിട്ടിയിട്ടില്ല. അതും ഇതും തമ്മിൽ ബന്ധമുണ്ടെന്നല്ല കേട്ടോ പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾ അങ്ങേയറ്റം ദുഷ്കരമായ സാമ്പത്തിക സാഹചര്യത്തിലും ഏറ്റവും അടിസ്ഥാന മേഖലയിലെ, അതായത് പൊതുജനാരോഗ്യം പോലെയുള്ള മേഖലയിലെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ ബജറ്റിനേക്കാൾ കൂടുതൽ 10,000-ൽ കൂടുതൽ കോടി രൂപ നീക്കിവെച്ചിട്ടുള്ള ബജറ്റാണ് ഇത്തവണത്തേത്. അതിൽ തന്നെ 1/3 ആദ്യത്തെ 2.5 മാസം കൊണ്ട് തന്നെ ആരോഗ്യ മേഖലയ്ക്ക് നൽകിക്കഴിഞ്ഞു എന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. അഭിലാഷേ, എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ ചർച്ചയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മറ്റു പല വിഷയത്തിലേക്ക് പോകാൻ അവർ നിർബന്ധിച്ചാലും പോകണ്ട എന്നുള്ള തീരുമാനം എനിക്കുണ്ട്. ഇവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കേന്ദ്ര സർക്കാർ നടത്തുന്ന വരിഞ്ഞു മുറുക്കലിന്റെ ഭാഗമായിട്ടുണ്ടെന്ന്. പക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലെന്നാണ്. സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളമാണ് കേരളത്തിൽ. അതായത് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ നീക്കിവെക്കുകയും
കേരളം വലിയ വളർച്ചയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചത്? എന്തുകൊണ്ടാണ് 693 കോടി രൂപ മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക വന്നത്? മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക വന്നതുകൊണ്ട് മരുന്ന് കിട്ടാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നേരെ സമയത്തിന് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടുണ്ടായി? ഇതിന് മറുപടി പറയണ്ടേ? അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ഒരു വശത്ത് പറയുകയും ധൂർത്തും കെടുകാര്യസ്ഥതയും നടത്തുകയും അതിന്റെ പേരിൽ 4ാം വാർഷികത്തിന് 200 കോടി രൂപയുടെ പ്രചരണ പരിപാടി നടത്തുകയും 15 കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയുടെ ഓരങ്ങളിൽ അടിച്ചു വെച്ച് ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾ മരുന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഇരട്ട നിലപാട് പറ്റില്ല. ഇരട്ട ചങ്കൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇരട്ട നിലപാട് കേരളത്തിലെ സാധാരണക്കാരോട് കാണിക്കാൻ പാടില്ല. ഇനി അദ്ദേഹം പറഞ്ഞത് എന്താ? പണ്ട് കേരളത്തിൽ UDF ഭരിക്കുന്ന കാലത്ത് സർക്കാർ ആശുപത്രിയിൽ ആരും ശസ്ത്രക്രിയയ്ക്ക് പോകാറില്ല എന്ന്. ഞാൻ വിചാരിക്കുന്ന അന്നത്തെ ശസ്ത്രക്രിയ മുഴുവൻ നടത്തിയ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ സെക്രട്ടറിമാരാണോ? എല്ലാ കാലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സാഹചര്യങ്ങൾ മറ്റേ സമ്മർദ്ദവും മറ്റ് സാഹചര്യങ്ങളും രോഗങ്ങളുടെ എണ്ണമൊക്കെ കൂടുമ്പോൾ ഇപ്പോൾ കൂടുതലുണ്ടാവും. രോഗികളുടെ എണ്ണവും ശസ്ത്രക്രിയയുടെ എണ്ണമൊക്കെ കൂടുതലുണ്ടാവും. ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യല്ലേ എന്നും പറഞ്ഞ് UDF-ന്റെ കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു തെറ്റായ വൃത്തികെട്ട ഒരു വാദമല്ലേ? അങ്ങനെയല്ലല്ലോ നമ്മൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത്. സാധാരണ മനുഷ്യരുടെ രോഗവും ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ PK ശ്രീമതിയെ കുറിച്ചിട്ട് പറഞ്ഞു. ആ സമയത്താണ് പനിമരണങ്ങൾ രൂക്ഷമായപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് അന്ന് VM സുധീരൻ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയെ കണ്ട് പഠിക്കണം PK ശ്രീമതി എന്ന് മരിച്ചുപോയ നമ്മുടെ MC ജോസഫൈൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് ചകഞ്ഞ് പരിശോധിക്കണം, പഠിക്കണം. അതുപോലെ KK ശൈലജയുടെ കാലത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. 1000 കോടി രൂപയുടെ PPE കിറ്റ് അഴിമതിയും 1200 കോടി രൂപയുടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മറവിലുള്ള ബ്ലീച്ചിങ് പൗഡർ അഴിമതിയും 1600 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കേരളത്തിലെ സാധാരണക്കാരുകൊണ്ട് കഴിപ്പിച്ച അഴിമതിയെ കുറിച്ചിട്ടൊക്കെ ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. അപ്പൊ ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതല്ല നമ്മുടെ പ്രശ്നം. സാധാരണ മനുഷ്യർക്ക് എന്തുകൊണ്ട് മരുന്ന് കിട്ടുന്നില്ല? എന്തുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു? ഓരോ ഫയലും ജീവിതമാണ്, ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു കാര്യം കൂടി പറയട്ടെ. ഇതേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞ അതിസമ്പന്നന്മാർ ക്യൂ നിൽക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രി എന്ന. പക്ഷെ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? അതിനുള്ള ഉത്തരം കൂടി പറയണ്ടേ? ഇനി പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒറ്റ കാര്യം പറയാം. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്ത് 3 കണ്ണൂർ ജില്ലയിൽ 8 സർക്കാർ സ്കൂളുകൾ പൂട്ടിക്കെട്ടിയ വർഷമാണിത്. അപ്പൊ പൊതുവിദ്യാലയത്തിന്റെ മേന്മയെ കുറിച്ചും താങ്കൾ പറയണ്ട. അതൊരു മറ്റു വിഷയമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ പരത്തി പറയാതെ എന്തുകൊണ്ട് മരുന്ന് കിട്ടുന്നില്ല, എന്തുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു, അതിനുള്ള ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് പറയേണ്ടത്. ശരി, അതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം. ശ്രീ PK രാജു, ഞാൻ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന അന്വേഷണ റിപ്പോർട്ടിലെ ഒരു ഭാഗം വായിക്കാം. ഉപകരണങ്ങൾ കിട്ടാത്തത് കൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങാതിരിക്കാൻ സർജറി വിഭാഗത്തിൽ ഡോക്ടർമാർ പുതിയ രീതി സ്വീകരിക്കുകയാണ്. വൃക്കയിലെ കല്ല് പൊടിച്ചു നിൽക്കുന്ന ഉപകരണം RIRS ഇപ്പോൾ കിട്ടുന്നില്ല. 45,000 രൂപയാണ് വില. ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന ഒരു രോഗിയോട് 6,000 രൂപ അടയ്ക്കാമെന്ന് ഡോക്ടർ ചോദിക്കും. അങ്ങനെ 5 or 6 പേരിൽ നിന്ന് 6,000 രൂപ വാങ്ങിയിട്ട് ഉപകരണം ലഭ്യമാക്കും. അങ്ങനെ സർജറി നടത്തും. ഈ ഡോക്ടർമാരുടെ മാനസിക സമ്മർദ്ദം കൂടി ഒന്ന് ആലോചിച്ച് നോക്കും. അവരെ സംബന്ധിച്ച് ഏറ്റവും പാവപ്പെട്ട വിഭാഗത്തിൽ നിന്ന് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വലിയ ഉപകരണങ്ങളുടെ അനുബന്ധ ഉപകരണങ്ങൾ ലഭ്യമല്ല. അപ്പോൾ സർജറി നടത്താതിരിക്കാം, പക്ഷെ അത് വളരെ മനുഷ്യത്വ വിരുദ്ധമായിരിക്കും. അപ്പോൾ പിന്നെ പണം പിരിച്ചിത് ചെയ്യുക എന്ന രീതിയിലേക്ക് പോകേണ്ടി വരുന്നു. ഇങ്ങനെ ഈ പണം പിരിച്ച് രോഗികളുടെ അടുത്ത് നിന്ന് പണം പിരിച്ച് സർജറി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തെ നമ്മളിങ്ങനെ കൊട്ടിഘോഷിച്ച് ഇതാ കേരള മോഡലിന്റെ അങ്ങേയറ്റം എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണ് അടിസ്ഥാന യാഥാർത്ഥ്യമെന്ന് അംഗീകരിക്കേണ്ടി വരില്ലേ? പിന്നെ നമ്മളിവിടെ ചർച്ച തുടങ്ങിയത്, അഭിലാഷ് തുടങ്ങിയത് ശ്രീമതി വീണ ജോർജ് പറഞ്ഞ കാര്യമായിട്ടാണ് ചർച്ച തുടങ്ങിയത്. കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാമല്ലോ. അങ്ങ് മനസ്സിലാക്കിയിരിക്കണം. അങ്ങ് കേൾക്കൂ. ഇന്ന് ജനറൽ സർജറി ഇന്നത്തെ ദിവസം എത്ര എണ്ണം നടന്നു എന്ന് അങ്ങേക്ക് അറിയാവോ? ഗ്യാസ്ട്രോ സർജറി എത്ര എണ്ണം നടന്നു എന്നറിയാവോ? യൂറോളജി സർജറി എത്ര എണ്ണം നടന്നു എന്നറിയാവോ? 100-ൽ പരം സർജറി നടന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. മാതൃഭൂമി മനോരമയും പറയുന്ന എഡിറ്റോറിയൽ എഴുതിയ ചർച്ചയല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ചരിത്രമുള്ളത്. അങ്ങ് അറിഞ്ഞിരിക്കേണ്ടതാണ്. കേൾക്കൂ. ഏതെങ്കിലും പത്രത്തിൽ വരുന്ന പത്രങ്ങളെല്ലാം എന്താണ് എഴുതുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. പത്രങ്ങൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. അല്ല, അങ്ങ് അറിഞ്ഞിരിക്കാനാണ്. അങ്ങ് എന്തെങ്കിലും കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നത്? അങ്ങ് അങ്ങ് കേൾക്കൂ. അങ്ങ് പറയുന്നത് കേൾക്കൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ലോകത്തിന് മാതൃകയായ 5 ആതുരാലയങ്ങൾ പ്രവർത്തിക്കുന്ന ക്യാമ്പസാണ്. ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള 16 വർഷക്കാലമായി ജയിച്ചു പോയിട്ടുള്ള ശശി തരൂർ MP-യുടെ പങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ആംബുലൻസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഫണ്ടില്ലാഞ്ഞിട്ടാണോ? ആണോ?
പറയണം. ശശി തരൂരിൻ്റെ പങ്കെന്താണ്? 16 വർഷക്കാലമായി തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ MP ആയിരിക്കുന്ന ശശി തരൂർ ഒരു ഉപകരണം വാങ്ങാൻ, ഒരു സ്കാനിങ് മെഷീൻ, ഒരു കല്ല് യൂറോളജിയുമായി ബന്ധ പൊടിക്കൽ മെഷീൻ, ഒരു 50,000 രൂപ ചിലവാക്കിയിട്ടുണ്ടോ? ഒരു വെയിറ്റിംഗ് ഷെഡിന് കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ജിൻഡോജൻ വ്യക്തമാക്കണം. അദ്ദേഹത്തിൻ്റെ പങ്കെന്താണ്? തരൂരിൻ്റെ പങ്ക് പറഞ്ഞ് വ്യക്തമാക്കണം. VC കബീർ, P ശങ്കരൻ, ശിവകുമാർ ഭരിച്ചിരുന്നപ്പോൾ അടഞ്ഞ കിടന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. അവിടെയാണ് 715 കോടി രൂപയുടെ വികസനവും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, തിരുവനന്തപുരം SAT ആശുപത്രി, ഗോൾഡൻ ജൂബിലി ബിൽഡിംഗ് വന്നതും ഇന്ന് ഉയർന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വിഷയത്തിന്മേൽ അല്ല, ഒരൊറ്റ കാര്യം ഞാൻ അതിനിടയ്ക്ക് 715 കോടിയുടെ വികസനം വന്നു എന്ന് പറഞ്ഞു. 715 കോടിയുടെ വികസനം പ്രഖ്യാപിച്ചിട്ട് അതിൽ എത്ര കോടി ചെലവാക്കിയെന്ന് പറയാമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പരിഹരിക്കും. അങ്ങ് മാതൃഭൂമിയിലെ എഡിറ്ററിൽ വരുന്നതും മനോരമയിൽ വരുന്ന എഡിറ്ററിൽ വരുന്ന സംഭവമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കരിവാരി തേക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എല്ലാവരും. അവിടെ നടക്കുന്ന ശസ്ത്രക്രിയയുടെ എണ്ണവും ആളിൻ്റെ എണ്ണവും ബെഡ് സ്ട്രെങ്തും അവിടെ നടക്കുന്ന ത്യാഗോജ്ജലമായ പ്രവർത്തനവും ഒരു കൂട്ടം ഡോക്ടറും അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ച കൊണ്ടുപോകുന്നത്. ഇവിടെ പറഞ്ഞത് എന്താണ്? ശ്രീമതി വീണ ജോർജ് പറഞ്ഞത് എന്താണ് പറയുന്നത്? ഈ ഡോക്ടർ ഹാരിസൺ പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം സംവാദത്തിന് വിളിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ 3 മന്ത്രിമാരുടെ പ്രവർത്തനം. ശരിയല്ല, സംവാദത്തിന് UDF ഭാഗത്തു നിന്ന് പ്രതിപക്ഷ നേതാവോ മറ്റു നേതാക്കളോ സന്നദ്ധമാണെങ്കിൽ സംവാദം നടത്താം. മാതൃഭൂമി ന്യൂസിലൂടെയാണ് വീണ ജോർജ് സംവാദത്തിന് വെല്ലുവിളിച്ചത്. ഈ നേതാക്കളെ ബന്ധപ്പെടാം. മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ സംവാദം ഞങ്ങൾ റെഡിയാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ഓക്കെ, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. സംവാദം നടത്താം. സംവാദം നടത്തുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. സംവാദം നടത്തുന്നത് നല്ലതുമാണ്. ഡോക്ടർ ഹാരിസൺ പറഞ്ഞ വിഷയത്തിന്മേൽ ശ്രീമതി മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ വീഴ്ചകൾ പരിഹരിച്ചിരിക്കും. പക്ഷേ ഇവര് പുണ്യവാളൻ ചമയുകയാണ്. വ്യക്തമാക്കണം. നിങ്ങൾ പുണ്യവാളൻ ചമയുന്നു എന്നുള്ളതേ അല്ല ഇവിടുത്തെ വിഷയം. ജനങ്ങളുടെ വിഷയം അതല്ല. ബി മുരളീധരന്റെ പങ്ക് വ്യക്തമാക്കണം. ശരി. സുരേഷ് ഗോപി ഈ കേരളത്തിന് വേണ്ടി ആതുരാലയങ്ങളിൽ എന്ത് സഹായമാണ് കൊടുക്കുന്നത്? വ്യക്തമാക്കണം. 10 പൈസയുടെ സഹായം, കേന്ദ്ര സഹായം ഈ കേരളത്തിന് ലഭിക്കുന്നില്ല, ആശുപത്രിയിൽ ലഭിക്കുന്നില്ല. ശരി, ഓക്കെ. ശങ്കുട്ടി ദാസ്, കഴിഞ്ഞ 4 ദിവസമായി നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട അപര്യാപ്തതകളാണ്. അതൊരു ശത്രുതാപരമായ നിലയിലേക്ക് പോയാൽ നമുക്കറിയാം കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖല വളരെ ശക്തമാണ്, പക്ഷേ ചെലവുള്ളതാണ്. സാധാരണ മനുഷ്യരോട് തിരുവനന്തപുരമോ മറ്റേതെങ്കിലുമോ മെഡിക്കൽ കോളേജുകളെ സമീപിച്ചാൽ നിങ്ങൾക്ക് മതിയായ ചികിത്സ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കടം വാങ്ങിച്ചോ എന്തെങ്കിലും വിറ്റോ ഒക്കെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിതരാകും. അത് ഒരു തരത്തിലുള്ള നീതി നിഷേധമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ സംവിധാനത്തെ ആകെ അടച്ചാക്ഷേപിക്കാതെ അതേസമയം തന്നെ പുഴുക്കുത്തുകളും തെറ്റുകളും തിരുത്തി അത് കറക്റ്റ് ചെയ്ത് കൂടുതൽ രോഗികൾക്ക് ഉപയുക്തമാകുന്ന വിധത്തിൽ എങ്ങനെ പൊതുജനാരോഗ്യ രംഗത്തെ പരിഷ്കരിക്കാൻ കഴിയും എന്നുള്ളതാകണമല്ലോ സ്വാഭാവികമായും ചർച്ചയുടെ ഒരു ഉന്നം. ആ നിലയിൽ ഈ സംവാദം വികസിക്കുമോ അതോ കേവല രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിൽ അവസാനിക്കുമോ? ഞാൻ ആദ്യമേ ഈ കാര്യത്തിൽ ഇതുവരെയുള്ള ഇടപെടൽ കാണുന്ന സമയത്ത് താങ്കളുടെ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഞാൻ പറയാം, എന്റെ ആദ്യത്തെ ഊഴത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അത് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അങ്ങനെയല്ല കണ്ടുവരുന്നത്. സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണം കാണുന്ന സമയത്ത് കണക്കുകൾ കൊണ്ട് ഈ പ്രശ്നത്തെ മറക്കാനെന്നാണ് അവർ വിചാരിക്കുന്നത്. UDFന്റെ കാലത്ത് ഇന്ന പദ്ധതികളിലായി ഇത്ര കോടി രൂപ ചെലവഴിച്ചു, ഞങ്ങളുടെ കാലത്ത് ഇന്ന പദ്ധതികളിലായിട്ട് ഇത്രയധികം കോടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നോക്കുമ്പോൾ ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ള കോടികളാണ് കൂടുതൽ, ഞങ്ങളുടെ അടുത്തുള്ള പദ്ധതികളാണ് കൂടുതൽ എന്ന് പറഞ്ഞ് കണക്കുകൾ കൊണ്ട് വിജയിക്കാനല്ലാതെ യഥാർത്ഥത്തിൽ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാനോ അത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായതായി കാണുന്നില്ല. ബ്ലെയിമിംഗ് ആണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ 2 ഇടത് പ്രതിനിധികളും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നോക്കൂ, കേന്ദ്ര സർക്കാർ ശത്രുതാപരമായിട്ടുള്ള സമീപനം പുലർത്തിക്കൊണ്ട് ആ പൈസ പോലും തരാതെ കേരളത്തെ ശ്വാസം മുട്ടിച്ച് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒരു പൈസയും തരുന്നില്ല, അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ 4 പദ്ധതികൾ പറയാം. കേന്ദ്ര സർക്കാർ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾക്ക് പൈസ കൊടുത്തിട്ടുള്ള 4 പദ്ധതികൾ. ഒന്ന് PMSSY, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നീ മെഡിക്കൽ കോളേജുകൾക്ക് 120
120 കോടി, 100 കോടി, 120 കോടി എന്നിങ്ങനെ കൊടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 120 കോടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 100 കോടി, ആലപ്പുഴ മെഡിക്കൽ കോളേജിന് 120 കോടി. അങ്ങനെ ആകെ 340 കോടി രൂപ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന PMSSY പ്രകാരം കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, ന്യൂ മെഡിക്കൽ കോളേജ് സ്കീം എന്ന് പറയുന്നത് NMCS, സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ്, CCS ആണ്. 60% വിഹിതം കേന്ദ്രവും 40% വിഹിതം സംസ്ഥാനവും വഹിക്കുന്ന പദ്ധതിയാണ്. പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഫണ്ടാണ്. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലാകെ 337 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 660 വർദ്ധിച്ചു. 89% വർധനവാണ്. കേന്ദ്ര സർക്കാരിന്റെ ഡയറക്റ്റ് ഇടപെടൽ കൊണ്ട് നടന്നിട്ടുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ 2 മെഡിക്കൽ കോളേജിലുള്ള പ്രൊവിഷൻ ഉണ്ട്, ഒന്ന് കാസർഗോഡും ഒന്ന് വയനാടും. ഈ സ്കീമിന്റെ ആനുകൂല്യം കേരള സർക്കാർ ഇതുവരെയായിട്ട് ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അതിന്റെ 40% സംസ്ഥാനം കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും, 60% കേന്ദ്രത്തിന്റെ വിഹിതം. അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജേ വേണ്ട എന്നുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. മൂന്നാമത്തത് PM ഉഷ എന്ന് പറയുന്ന പ്രോജക്ട്. PM ഉഷ എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ടാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറൽ അപ്ഗ്രഡേഷന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചറൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടും മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും കൊടുക്കുന്നതാണ് PM ഉഷ പ്രോജക്ട്. PM ഉഷ പ്രകാരം 405 കോടി രൂപ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണക്കുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്റെ രേഖയുണ്ട്. 405 കോടി രൂപ PM ഉഷ പ്രോജക്ട് പ്രകാരം കേരളത്തിലെ മെഡിക്കൽ കോളേജ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് 2 മെഡിക്കൽ സർവകലാശാലകളും 11 മെഡിക്കൽ കോളേജുകളുമാണ്. ഇത് PM ഉഷ. ഇനി നാലാമത്തത് എന്ന് പറയുന്നത് സെൻട്രൽ സ്പെഷ്യൽ സ്കീംസ് എന്ന് പറയുന്നത്. ഇപ്പൊ ECSI പദ്ധതിയുണ്ട്. ECSI എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ESIC സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജുകൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് കൊല്ലത്തെ മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ കൊച്ചിയിലെ മെഡിക്കൽ കോളേജ്. ഈ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന പ്രാധാന്യമുള്ള കേന്ദ്ര സർക്കാർ അങ്ങനത്തെ ഗ്രേഡിംഗ് കൊടുത്തിട്ടുള്ള സർവകലാശാലകൾക്ക് ഇതിനെല്ലാം നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 4 പ്രോജക്റ്റുകൾ വഴി എന്റെ കയ്യിലുള്ള സംഖ്യ മാത്രം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 800 കോടി രൂപ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജുകൾക്കായിട്ട് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ചോദിച്ചോ? കേന്ദ്ര സഹായിച്ചിട്ടുണ്ടോ? ഒന്നുകൂടെ ചോദിക്കോ ശ്രീ രാജു, കേട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും സഹായം കേന്ദ്ര ഗവൺമെന്റ് സഹായം കിട്ടിയിട്ടുണ്ടോ? ആദ്യം ചോദിക്കൂ, അതിന് മറുപടി പറയണം. ചർച്ച ഇവിടെയല്ലേ? ഞാൻ പറയുന്നു PMSSY പ്രോജക്ട് പ്രകാരം പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 120 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അങ്ങേക്ക് അതിന്റെ രേഖകൾ കാണണോ? ഞാൻ അഭിലാഷ് തെളിയിച്ച് കാണിച്ചു തരാമോ? തെളിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കിട്ടുന്ന പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ ആണിത്. ശരി, അങ്ങയുടെ സഹമന്ത്രിയായിരുന്നു വി മുരളീധരൻ, മലയാളി ആയിട്ടുള്ള വി മുരളീധരൻ. സുരേഷ് ഗോപി കേന്ദ്ര സഹായം ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ പ്രാഥമിക ഹെൽത്ത് സെന്ററിലോ ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ചർച്ച ചെയ്യല്ലേ, എന്തെങ്കിലും പറയരുത്. വന്നിരുന്നു ഒരു സഹായം ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളമില്ല. പരിശോധിക്കേണ്ട. ഞാൻ ആധികാരികമായി പറയുന്നു, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നിവയ്ക്കായിട്ട് 340 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 120 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ നിങ്ങൾ എന്താണ് ചെയ്തത്? ശരി, 120 കോടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീ രാജു അദ്ദേഹത്തിന്റെ ഉത്തരം. താങ്കൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, ശരി. അതൊക്കെ രണ്ടുപേരുടെയും വാദം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാനിപ്പോ അതിൽ തീർപ്പ് കൽപ്പിക്കാനില്ല. രേഖകൾ കിട്ടിയാൽ അത് പരിശോധിക്കാം. എനിക്ക് നേരത്തെ പക്ഷെ സുരേഷ് കുമാർ അങ്ങ് പറഞ്ഞപ്പോൾ ഹാരിസ് ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം, അത് പൊതുപ്രസംഗമല്ല, ഒരു അവലോകന യോഗത്തിലെ പരാമർശമാണ്. അത് പേര് പറയാതെയാണെങ്കിലും ഈ ഹാരിസ് എന്ന് പറയുന്ന ആൾ തുറന്നു പറഞ്ഞതുകൊണ്ട് അയാൾ നല്ല ആളാണെങ്കിലും കേരളത്തെ അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തെയൊക്കെ അടിക്കാനുള്ള വടി കൊടുക്കുന്നത് പോലെയായി എന്നുള്ളതാണ്. അതിലൊക്കെ ചില സൂചനകളുണ്ടല്ലോ. ഇപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചാൽ ആദ്യം ചെയ്യാൻ പറ്റുക ആ മെസ്സഞ്ചറെ അങ്ങ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണോ ഇനിയിപ്പോ നടക്കാൻ പോകുന്നത്? നോക്കൂ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് സഹോദരനായ CPM ജില്ലാ കമ്മിറ്റി അംഗത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ
ഈ വസ്തുതകൾ പറയുമ്പോൾ എപ്പോഴും എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്ത ഒരു സമീപനം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ എത്രമാത്രം വ്യക്തിഹത്യാപരമായിട്ടാണ്, എത്ര മോശമായിട്ടാണ്. ഞാൻ അവർക്ക് വനിത എന്നുള്ള കൺസിഡറേഷൻ ഒന്നും കൊടുക്കണമെന്ന് അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളല്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, വളരെ പരിണിതപ്രജ്ഞനായ കേരളത്തിൻ്റെ കോൺഗ്രസിലെ നേതാവ് ശ്രീ കെ മുരളീധരൻ, ഇവരൊക്കെ നടത്തിയിട്ടുള്ള ആക്ഷേപ ശരങ്ങൾ ആ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി ഏത് രൂപത്തിലാണ്? പിന്നെ പറയുന്ന കാര്യങ്ങളിലെ പൊള്ളത്തരം. ഇപ്പോൾ തസ്തികകളെക്കുറിച്ച് ചോദിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ ആരോഗ്യ മേഖലയിൽ 770 തസ്തികകൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. 13 ലക്ഷം വിദ്യാർത്ഥികളാണ് സ്വകാര്യ സ്കൂളുകൾ ഉപേക്ഷിച്ച് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മഹിമ മാത്രം കണ്ടിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അത് ഇരുട്ടുകൊണ്ട് നിങ്ങൾ ഓട്ടയടച്ചാൽ ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞു ഒറ്റ പോയിന്റ് കൂടെ. ഇവിടെ എടുത്ത് ഒരു വ്യക്തിഹത്യ അങ്ങ് നടത്തും. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത്, അമേരിക്കയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി കണ്ടില്ലാന്ന് തോന്നുന്നു, നിങ്ങളുടെ മുൻ KPCC പ്രസിഡന്റ് ഒരു വനിതാ MP-യുടെ കയ്യിൽ തൂങ്ങി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് നിങ്ങൾ ഞാനിവിടെ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറയുമ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ തിരിച്ചില്ല. അതുകൂടെ സഹിക്കാൻ തയ്യാറായി വേണം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP-യുടെ പ്രതിനിധി പറഞ്ഞു, കൊടുത്ത കുറെ തുകയുടെ കണക്ക് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ GST വിഹിതത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക്, MLA-മാർക്ക് ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇവിടെ വരും BJP-യുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഞാൻ അടുത്ത വരവിൽ തറക്കല്ലിട്ടുകൊണ്ടാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ ജനങ്ങളെ ആരോഗ്യ മേഖലയിൽ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു പറ്റിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് അടുക്കുന്നു. അല്ല, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ള അഭിലാഷേ, നമ്മൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെയോ സർക്കാർ മെഡിക്കൽ കോളേജുകളെയോ സർക്കാരിലെ പൊതു ആരോഗ്യ രംഗത്തെ ആശുപത്രികളെയോ സംവിധാനത്തെ ഒന്നുമല്ല എഴുത്തി പറയുന്നത്. അതിനെക്കുറിച്ചല്ല. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ മുഴുവൻ പോകുന്ന ആശുപത്രി സർക്കാർ ആശുപത്രിയാണ്. ഞാൻ ഉൾപ്പെടെ, എൻ്റെ വ്യക്തിജീവിതം ഉൾപ്പെടെ ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലെ ഈ വകുപ്പിനെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് മരുന്നില്ല, ശസ്ത്രക്രിയാ സംവിധാനങ്ങളില്ലെങ്കിൽ വകുപ്പിനെതിരെ ഞങ്ങൾ പറയും. അപ്പോൾ മന്ത്രി വനിതയായതുകൊണ്ട് വകുപ്പ് മന്ത്രിക്കെതിരെ പറയാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. ഇനി വകുപ്പ് മന്ത്രി വനിതയായതുകൊണ്ട് വ്യക്തിഹത്യ നടത്തി, ഏതാണ് വ്യക്തിഹത്യ? അല്ല, ഏതാണ് വ്യക്തിഹത്യ? ആരെങ്കിലും വരട്ടെ, എത്രയെങ്കിലും എത്രയെങ്കിലും പറയട്ടെ. ഈ വ്യക്തിഹത്യ താങ്കൾ ഇപ്പൊ പറഞ്ഞില്ലേ, താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ വൃത്തികേട് വേറെ ആരും പറഞ്ഞിട്ടില്ല. മന്ത്രി വനിതയാണോ പുരുഷനാണോ എന്നുള്ളതല്ല പ്രശ്നം. മന്ത്രി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പം താങ്കൾ പറഞ്ഞത് മോശമായ പദപ്രയോഗമാണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ താങ്കളെ തിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. മുരളീധരനിൽ ആരും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. പക്ഷെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾ നികുതി കൊടുക്കുന്ന പൗരന്മാർ കൂടിയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല കേരളത്തിലെ KPCC പ്രസിഡന്റ് ഏത് വനിതാ MP-യുടെ കയ്യിൽ തൂങ്ങിപ്പോയെന്ന താങ്കൾ പറഞ്ഞത് നാണമില്ലേ? അത് പറഞ്ഞ നാവ് കൊണ്ട് താങ്കൾ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയെന്ന് പറയാൻ താങ്കൾക്ക് നാണമില്ലേ? താങ്കൾ പറഞ്ഞ വാചകം തിരുത്തിയിട്ട് പറയുമ്പോൾ താങ്കൾ പാഠം പഠിപ്പിക്കാൻ താങ്കൾ പറഞ്ഞ പാഠം ആരെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയോ? ശരി, ആരും ആരെയും വ്യക്തിഹത്യ നടത്തേണ്ടതില്ല. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ആ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാവട്ടെ എല്ലാ ചർച്ചകളും. അങ്ങനെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം കൂടുതൽ മെച്ചപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ എന്നിവയായിരിക്കാം. എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.